രൂക്ഷമായ ധനപ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ഗവൺമെൻറ് കുറേ വാഗ്ദാനങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ വന്ന് ഭരണം ഏറ്റെടുത്ത ഉടനടി അത് എല്ലാം നടപ്പിലാക്കാൻ പറ്റണം എന്നില്ല. കാരണം ആദ്യം തന്നെ ഖജനാവിലേക്ക് വരുമാനം വരണം. അതിനുള്ള സാധ്യതകൾ എന്തൊക്കെ എന്ന് വളരെ കൃത്യതയോടെ പഠിക്കണം. പഠിച്ച് അത് ഓരോ വകുപ്പും അവനവൻ്റെ ധർമ്മം ചെയ്യണം. ഇപ്പോൾ റവന്യൂ വകുപ്പിന് കാണും, ധനവകുപ്പിന് കാണും, എല്ലാ വകുപ്പുകൾക്കും അത് അവരുടേതായ ഉത്തരവാദിത്തമുണ്ട്. അങ്ങനെ വകുപ്പുകൾ അവരവരുടെ ഉത്തരവാദിത്വം നിറവേറ്റിക്കൊണ്ട് ഖജനാവിലേക്ക് വരേണ്ട തുക വന്ന് ധനപ്രതിസന്ധി, അതായത് വരുമാന സമാഹരണം വഴി നിലനിന്നു പോകാവുന്ന ഒരവസ്ഥ, വരുമാന സമാഹരണം വഴി കഷ്ടിച്ച് മുൻപോട്ട് പോകാവുന്ന ഒരവസ്ഥയിൽ ഗവൺമെൻറ് എത്തിയാൽ മാത്രമാണ് ഈ പറയപ്പെട്ട ഫ്രീ വാഗ്ദാനങ്ങളെ പറ്റിയൊക്കെ സാധാരണ രീതിയിൽ ഗവൺമെൻറ്റിന് അങ്ങനെ ചിന്തിക്കാനുള്ള സമയമായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗവൺമെൻറ് അത് ചിന്തിക്കും എന്നുള്ളതിനെപ്പറ്റി യാതൊരു സംശയവുമില്ല. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ വിഭവ സമാഹരണം നടത്തുക? തീർച്ചയായിട്ടും ഗവൺമെൻറ്റിന് അറിയാം അതിനുള്ള മാർഗങ്ങൾ. നികുതി വരുമാനത്തിലെ ചോർച്ച അടച്ചുകൊണ്ട് എങ്ങനെ നികുതി വരുമാനം വർദ്ധിപ്പിക്കാം, നികുതിയേതര വരുമാനത്തിലെ ചോർച്ച അടച്ചുകൊണ്ട് എങ്ങനെ നികുതിയേതര വരുമാനം വർദ്ധിപ്പിക്കാം, അതുപോലെ തന്നെ കേന്ദ്രത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങേണ്ടത് എങ്ങനെ ചോദിച്ചു വാങ്ങാം, അതായത് പിന്നെ അതുപോലെ അങ്ങനെ ഏതൊക്കെ സോഴ്സിലൂടെയാണോ ഫണ്ട് കണ്ടെത്തേണ്ടത് ആ സോഴ്സിലൂടെയൊക്കെ ഫണ്ട് കണ്ടെത്തി തങ്ങൾ പ്രഖ്യാപിച്ച തങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ചുള്ള വാഗ്ദാനങ്ങളൊക്കെ എങ്ങനെ നിർവഹിക്കാം. അതുപോലെ തന്നെ പ്രയോറിറ്റി അനുസരിച്ച് പറഞ്ഞ വാഗ്ദാനങ്ങൾ മാത്രം ചെയ്താൽ പോരല്ലോ, മറ്റു കാര്യങ്ങൾ സാധാരണ മറ്റെല്ലാ റുട്ടീൻ ഡ്യൂട്ടികൾ ഗവൺമെൻറ്റിൻ്റെ കൃത്യനിർവഹണം, ആ കൃത്യനിർവഹണം വളരെ കൃത്യമായിട്ട് നടക്കണം. അങ്ങനെ നടക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഖജനാവിലേക്ക് പണം എത്തണം. അപ്പോൾ ഖജനാവിലേക്ക് പണം എത്തിക്കഴിഞ്ഞാൽ ആദ്യത്തെ പ്രയോറിറ്റി ഈ പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം പൂർത്തിയാക്കുക എന്ന് തീർച്ചയായിട്ടും ആ പ്രയോറിറ്റി കാണും. എങ്കിൽ തന്നെയും അതിനും ഒരു നിയന്ത്രണമൊക്കെ കാണും. ഇപ്പോൾ ഈ സ്ത്രീകളുടെ യാത്ര, തീർച്ചയായിട്ടും സ്ത്രീകളുടെ യാത്രയ്ക്ക് വേണ്ടി സൗജന്യ യാത്ര ഒരുക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. കാരണം കേരളത്തിൻ്റെ ജനസംഖ്യ എടുക്കുക 52% സ്ത്രീകളാണ്. അപ്പോൾ ഈ 52% സ്ത്രീകളാണ്, 48% പുരുഷന്മാരാണ് എന്ന് പറയുമ്പോൾ എന്താ സ്ത്രീകൾക്ക് പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഈ പറയപ്പെട്ട സ്ത്രീകൾ ഇവിടെ കുടുംബശ്രീ തന്നെ 45 ലക്ഷത്തോളം കുടുംബശ്രീ സ്ത്രീകളുണ്ട്. അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിക്കാരായ സ്ത്രീകളുണ്ട്. ഇവരെല്ലാം എല്ലാ ദിവസവും പുറത്ത്, അതായത് വീടിൻ്റെ മുറ്റത്തേക്കല്ല ഇറങ്ങുന്നത്, ദൂരെയുള്ള എവിടെയെങ്കിലുമൊക്കെ ഏതാനും കിലോമീറ്ററുകൾ താണ്ടി വേണം അവരുടെ ജോലി സ്ഥലത്തേക്ക് എത്താനായിട്ട്. അത് കുടുംബശ്രീക്കാരുടെ സംരംഭങ്ങളിലേക്കാകട്ടെ, അതുമല്ലെങ്കിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ സ്ഥലത്തേക്കാകട്ടെ, എവിടെയാണ് അന്നന്ന് പണി എടുക്കേണ്ട നിശ്ചയിച്ചിരിക്കുന്നത് അവിടേക്ക് എത്തിച്ചേരാനൊക്കെ ധാരാളമായിട്ട് യാത്ര ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ കുടുംബശ്രീയിലുള്ള സ്ത്രീകൾ 45 ലക്ഷത്തോളം പേര്, അവരാകട്ടെ തൊഴിലുറപ്പ് പദ്ധതിക്ക് പോകുന്നതും പാവപ്പെട്ട സ്ത്രീകളാണ്. ഇവർക്ക് ആർക്കും തന്നെ ഇവിടുത്തെ തോതിൽ, അതായത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ട്രാൻസ്പോർട്ട് ചാർജസ് ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ഇവിടുത്തെ ഈ ട്രാൻസ്പോർട്ട് ചാർജസിന് അനുസരിച്ച് പൈസ കൊടുത്ത് എല്ലാ ദിവസവും യാത്ര ചെയ്യുക എന്ന് പറയുന്നത് ഈ പാവപ്പെട്ട സ്ത്രീകളെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ വലിയ ചെലവാണ്. അതായത് ഇവർ ചെയ്യുന്ന ജോലിയിൽ നിന്ന് അവർക്കൊരു വരുമാനം കാണും, അതുകൊണ്ട് അവർക്ക് ആ ചെലവ് വഹിച്ചുകൂടെ എന്നൊരു ചോദ്യം ഉയരുന്നു. തീർച്ചയായിട്ടും വഹിക്കാം, പക്ഷേ അത് അവരുടെ നിത്യനിദാന ചെലവുകൾക്ക് വേണ്ടിയാണ് അവർക്ക് അതിൻ്റെ അകത്ത് ചെയ്യുന്ന ജോലിയുടെ വേതനം കിട്ടുന്നത്. അപ്പോൾ ആ വേതനത്തിന് നല്ലൊരു ഭാഗം ട്രാൻസ്പോർട്ട് ചാർജായിട്ട് കൊടുക്കേണ്ടി വരുന്നത് തീർച്ചയായിട്ടും സങ്കടകരമാണ്. അപ്പം അവർക്ക് അങ്ങനെ സൗജന്യ യാത്ര കൊടുക്കുന്നു എന്ന് പറയുന്നത് വളരെ മാന്യമായ ഒരു തീരുമാനമാണ്, ഒരു മാനിഫെസ്റ്റോയിലെ ഒരു തീരുമാനമാണ്. അത് എത്രയും നേരത്തെ ഗവൺമെൻറ് നടപ്പാക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഇനി അതുപോലെ തന്നെ രണ്ടാമത്തെ ലക്ഷ്യം ഒന്ന് പറഞ്ഞല്ലോ, എന്താണത്? 25 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിപാലന. നമുക്കറിയാം
ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കെ ലോട്ടറീസ് ഡയറക്ടറായിരുന്ന ബിജു പ്രഭാകറാണ് ആ ഐഡിയ കൊണ്ടുവന്നത്. അതായത് ഒരു ലോട്ടറി, കാരുണ്യ ലോട്ടറി എന്ന പേരിൽ ഒരു ലോട്ടറി തുടങ്ങിയാൽ പാവപ്പെട്ട രോഗികളെ അവർക്ക് ഏറ്റവും ചെലവ് വരുന്ന രോഗങ്ങൾക്ക് വേണ്ടി സഹായിക്കാനുള്ളൊരു പദ്ധതി വിഭാവന ചെയ്യാം എന്ന്. അത് മാണി സാറ് വളരെ സന്തോഷപൂർവ്വം സമ്മതിച്ചു. അതുപോലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും സമ്മതിച്ചു. അങ്ങനെയാണ് കാരുണ്യ ലോട്ടറി ഉണ്ടാകുന്നത്. ആ കാരുണ്യ ലോട്ടറി നമുക്കറിയാം ഏതൊക്കെ പാവപ്പെട്ടവർക്ക് ഏതൊക്കെ ചികിത്സയാണ് ചെയ്യുക. അത് 5 മാരക രോഗങ്ങൾ, അതായത് കരൾ, കിഡ്നി, ലിവർ എന്നിവയൊക്കെ ബാധിക്കുന്ന, അതായത് ഏറ്റവും ചെലവേറിയ 5 മാരക രോഗങ്ങളുടെ ചികിത്സാർത്ഥമാണ് പാവപ്പെട്ടവർക്ക് പണം കൊടുക്കുന്നത്, ഇൻഷുറൻസ് കൊടുക്കുന്നത്. അപ്പോൾ അത് ഏകദേശം തകിടം മറിഞ്ഞ് ഇല്ലാതെയായി LDFിൻ്റെ 10 വർഷത്തെ ഭരണകാലം കൊണ്ട്. അതുകൊണ്ടാണ് ഈ 25 ലക്ഷത്തിൻ്റെ ഒരു ആരോഗ്യ സ്കീം കൊണ്ടുവരണം എന്ന് ഇപ്പോൾ ഇവർ ആലോചിക്കുന്നത്. തീർച്ചയായിട്ടും അതും വളരെ ശ്ലാഘനീയമായ ഒരു തീരുമാനം തന്നെയാണ്. നമുക്കറിയാം ഈ നമ്മുടെ ആരോഗ്യരംഗം തന്നെ മോർച്ചറിയിലായിരുന്നു ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട്. ആ സമയത്തൊക്കെ പാവപ്പെട്ട രോഗികൾ അനുഭവിച്ച ക്ലേശം നമ്മൾ എല്ലായ്പ്പോഴും മീഡിയ വഴി, പണ്ടൊന്നുമാണ് ഇതൊന്നും മീഡിയ ഇത്രയധികം ഇല്ലാത്തത് കൊണ്ട് ആരും അറിയാൻ പോകുന്നില്ല. ഇപ്പോഴാണെങ്കിൽ എല്ലാം അതത് സമയം തന്നെ നമ്മൾ അറിയും ഓരോരുത്തരും അനുഭവിക്കുന്ന ക്ലേശങ്ങൾ. പണമില്ലാത്തത് കൊണ്ട് ആരുടെയൊക്കെ മുൻപിൽ കൈ നീട്ടിയാലാണ്, കിഡ്നി വിറ്റും ഒക്കെയാണ് പലരും ചികിത്സ നടത്തുന്നത്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ 25 ലക്ഷത്തിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ്, ആ സ്കീം തീർച്ചയായിട്ടും വളരെ നല്ല സ്കീമാണ്. അതുപോലെ തന്നെയാണല്ലോ മറ്റത് വേറെ ഒന്ന് പറയുന്നത്, അതായത് വ്യാപാര സംരംഭങ്ങൾക്ക് വേണ്ടി 5 ലക്ഷം വായ്പ കൊടുക്കുന്നു എന്ന് പറയുന്നത്. ആ 5 ലക്ഷം വായ്പ ഇൻട്രസ്റ്റ് ഫ്രീ വായ്പ. അതുപോലെ ഈ പറയപ്പെട്ട ഇതിനു മുൻപ് പറഞ്ഞ പദ്ധതികളെക്കാളൊക്കെ ശ്രേഷ്ഠമായ ഒരു പദ്ധതിയാണ് 5 ലക്ഷം രൂപ വരെ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ യുവ ഓൺട്രപ്രണേഴ്സിന്, സംരംഭകർക്ക്, അതായത് ആണായാലും പെണ്ണായാലും യുവ സംരംഭകർക്ക് നൽകും എന്നുള്ളത് നമുക്കറിയാം. അതായത് ഈ അടുത്ത നാളിൽ നിതി ആയോഗ് നടത്തിയ മത്സര സജ്ജത, അതായത് വികസന മത്സര സജ്ജതാ പഠനം നിതി ആയോഗ് നടത്തിയത്. അതിനകത്ത് 18 പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളെ എടുത്ത് നടത്തിയ ആ പഠനത്തിൽ കേരളം 15ാമതാണ്. കേരളത്തിന് കിട്ടിയ മാർക്ക് എത്രയാണെന്നല്ലേ? 24.3% മാർക്കാണ് കിട്ടിയത്. അപ്പോൾ എന്തുകൊണ്ടാണ് കേരളം ഇത്ര താഴേക്ക് പോയത്? കാരണം ഇവിടെ പിന്നെ ഗവൺമെൻറ്, നമ്മുടെ ഇപ്പോൾ പടിയിറങ്ങിയ ഗവൺമെൻറ് പറയുമായിരുന്നു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സൊക്കെ 1ാമതാണ് കേരളമെന്ന്. അപ്പോൾ അതായത് ഇവിടെ വ്യവസായങ്ങൾ വരുന്നില്ല. ഈ പറയപ്പെട്ട റാങ്കിങ്ങിൽ നമ്മൾ താഴേക്ക് പോയി. നമുക്ക് മാർക്ക് 24.3% ആയതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഇവിടേക്ക് വ്യവസായങ്ങൾ വരുന്നില്ല, വ്യവസായങ്ങൾക്ക് വരാനുള്ള സൗകര്യമില്ല. 1ാമത്തെ കാരണം അത്. 2, ഇവിടെ നിന്നുള്ള ബ്രെയിൻ ഡ്രെയിൻ. അപ്പോൾ അതായത് കുട്ടികൾക്കറിയാം, ആൺകുട്ടി ആയാലും പെൺകുട്ടി ആയാലും അവർ വിചാരിക്കും വല്ലോ നഴ്സിങ്ങോ എന്തെങ്കിലും പഠിച്ച് ഇന്ത്യക്ക് വെളിയിലേക്ക് പോയി എങ്ങനെയെങ്കിലും ജീവനോപാധി കണ്ടെത്താമെന്ന്. അങ്ങനെയാണ് എല്ലാവരും പ്രീ ഡിഗ്രി കഴിയുമ്പോഴേ ഇന്ത്യ വിടുന്നത്. അപ്പം പകരം അവർക്ക് നല്ല വിദ്യാഭ്യാസ സൗകര്യം ഇവിടെ തന്നെ ഒരുക്കുക, അതായത് നമ്മളെ ക്യാമ്പസുകളെ സജ്ജമാക്കുന്നതോടൊപ്പം തന്നെ ഒരു ഓൺട്രപ്രണർഷിപ്പ്, അതായത് സംരംഭകത്വ എക്കോസിസ്റ്റം വളർത്തിയെടുക്കുക. ആ സംരംഭകത്വ എക്കോസിസ്റ്റം കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റും. 5 വർഷം കഴിയുമ്പോൾ ഇപ്പോഴത്തെ കേരളം ആയിരിക്കുകയില്ല നാം കാണുന്നത്. ഈ സംരംഭകത്വ എക്കോസിസ്റ്റം കേരളത്തിൽ വളർന്നു വന്നാൽ അതിന് ഏറ്റവും അനുപേക്ഷണീയമാണ് ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ 5 ലക്ഷം വരെ. നമ്മൾ വലിയ ടാറ്റായും ബിർളയും ഒക്കെ നടത്തുന്ന പോലെ വലിയ വ്യവസായത്തിനല്ല പോകുന്നത്. യങ് ഓൺട്രപ്രണേഴ്സിന്, സംരംഭകരെ, അവർക്ക് നിങ്ങൾ വരൂ, നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു വ്യവസായ യൂണിറ്റ് തുടങ്ങും. അത് IT സെക്ടറിലാകാം, AI-യിലാകാം, അല്ല നിങ്ങൾക്ക് താല്പര്യമുള്ളത് തേങ്ങ കൊണ്ട് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിലാകാം. അത് ഞാൻ നേരത്തെ പലപ്പോഴും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സുഭിക്ഷ എന്ന പേരാമ്പ്രയുള്ള ഒരു എൻ്റർപ്രൈസ് തെങ്ങിൽ നിന്ന് 41 ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻ്റർപ്രൈസ്. അവിടുത്തെ 1ാമത്തെ ഉൽപ്പന്നം എന്ന് പറയുന്നത് എന്താണ്? വെർജിൻ കോക്കനട്ട് ഓയിൽ. വെർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത് അൾഷിമേഴ്സ് തടയുമെന്നാണ്
കണ്ടുപിടിച്ചിരിക്കുന്നത്. അതിന് പേറ്റൻറ്റും എടുത്തതാണ്, അൾഷിമേഴ്സ് തടയും എന്നുള്ളതിന്. അപ്പോൾ അങ്ങനെ 41ാമത്തെ ഉൽപ്പന്നം ചൂലാണെന്ന് ഓർക്കണം. ചൂലാണല്ലോ AAPയുടെ ആയുധം, പിന്നെ അവരുടെ ചിഹ്നം. അപ്പോൾ അങ്ങനെയുള്ള 41 ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻ്റർപ്രൈസ് അത് കുടുംബശ്രീക്കാരുടെ ആണ് കേട്ടോ. 7000 കുടുംബശ്രീകൾ ചേർന്നാണ് അങ്ങനെ ഒരു സംരംഭം തുടങ്ങിയിരിക്കുന്നത്. IIM കാലിക്കറ്റാണ് അവരെ ആ സംരംഭകത്വത്തിലേക്ക് നയിച്ച് അവർക്ക് വേണ്ട ഉപദേശം കൊടുക്കുന്നത്. ഇതൊക്കെ ഞാനിപ്പോൾ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ സർക്കാർ സർവീസിലേക്ക്, നമ്മുടെ സർക്കാരിൽ മന്ത്രിമാരായി വരുന്നവർ ഇതൊക്കെ കേട്ട് ഈ സംരംഭകത്വ എക്കോസിസ്റ്റം ക്യാമ്പസിൽ മന്ത്രി P. രാജീവ് എപ്പോഴും പറയുമായിരുന്നു എല്ലാ ക്യാമ്പസുകളിലും സംരംഭക എക്കോസിസ്റ്റം കൊണ്ടുവരണമെന്ന്. പക്ഷേ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെന്നുള്ളതാണ് സങ്കടം. അപ്പോൾ ആ ഒരു രീതി, അതായത് ക്യാമ്പസുകളൊന്നും ഇതിന് സജ്ജരല്ല. ക്യാമ്പസുകളിൽ ഇരിക്കുന്ന അധ്യാപകരൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താ ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ, അല്ലെങ്കിൽ അവർക്ക് ഈ ചുക്ക് കൊണ്ട് എന്ത് ചുക്കാ ചെയ്യാൻ പറ്റുക? അതായത് കോവിഡ് കാലത്തെ കാര്യം കേട്ടിട്ടുണ്ടോ? കോവിഡ് കാലത്ത് ഇന്ത്യയിൽ നിന്ന് ചെല്ലുന്ന ചുക്കും ചുക്കുപൊടിയും കാത്തിരുന്നു ലോകരാജ്യങ്ങളിലെ എല്ലാ, അതായത് വികസിത രാജ്യങ്ങളിലെ പൗരന്മാർ. കാരണം അത് ഒത്തിരി പ്രതിരോധശേഷി വരുത്തുന്നതാണ്. അതുപോലെ നമ്മുടെ മഞ്ഞൾപ്പൊടി ഇങ്ങനെയുള്ള അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, കേരളത്തിൻ്റെ ഡൈവേഴ്സിഫൈഡ് ക്രോപ്പിംഗ് പാറ്റേൺ, ഈ ഡൈവേഴ്സിഫൈഡ് ക്രോപ്പിംഗ് പാറ്റേൺ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ നമുക്ക് ലോക വിപണി പിടിച്ചെടുക്കാവുന്ന തരത്തിലുള്ള സംരംഭങ്ങൾ അതല്ലേ കുടുംബശ്രീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കുടുംബശ്രീയിൽ നിന്ന് പഠിച്ചാൽ മതി നമ്മുടെ യുവ സംരംഭകർ. എന്നിട്ട് ഈ 5 ലക്ഷം രൂപയുടെ വായ്പയും എടുത്ത് സ്വന്തം ബിസിനസ് തുടങ്ങുക. അവരിൽ എത്രയോ പേർ ഈ വരും കാലങ്ങളിൽ ടാറ്റായോ ബിർളയോ അദാനിയോ ഒക്കെ ആയി വളരില്ലെന്ന് ആര് കണ്ടു? അങ്ങനെ വളരെ ഉറപ്പായിട്ടും വളരും. പക്ഷെ അതിനുള്ള ഒരു എക്കോസിസ്റ്റം കേരളത്തിൽ ഒരുക്കി കൊടുക്കണം. ആ എക്കോസിസ്റ്റം ഒരുക്കി കൊടുക്കാമെന്ന് UDF ഒരു വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ UDF അത് ഉറപ്പായിട്ടും നടപ്പാക്കും. അതിൻ്റെ പ്രയോജനം ഈ ബ്രെയിൻ ഡ്രെയിൻ കുറയും. ഇപ്പോൾ ഈ എടുക്കുന്ന വിസകളുടെ കണക്ക് നോക്കിയാൽ കേരളത്തിൽ നിന്ന് 33% വിസയും ഇന്ത്യയിൽ നിന്ന് ആകെ എടുക്കുന്ന വിസയുടെ 33% കേരളത്തിൽ നിന്നാണെന്നുള്ളൊരു കണക്കുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. ഇപ്പോൾ എത്രയാണെന്ന് ഞാൻ ഈ ലേറ്റസ്റ്റ് നോക്കിയിട്ടില്ല. അപ്പോൾ അതൊക്കെ വെച്ച് നമുക്ക് ഈ പറയപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഒന്നും വെറുതെ ആയി പോവുകയില്ല. അതൊക്കെ വലിയ ഒരു ചുവടുമാറ്റം, സംസ്ഥാനത്തിൻ്റെ ഒരു ചുവടുമാറ്റത്തിലേക്കുള്ള ആരംഭമായി മാറും, കാഹളധ്വനിയായി മാറും എന്ന് നമുക്ക് വിശ്വസിക്കാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ കോളേജിൽ പോകുന്ന വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ കൊടുക്കുന്നുള്ളതാണ് വേറൊരു വാഗ്ദാനം. ആ വാഗ്ദാനത്തിനും അതിൻ്റേതായ വിലയുണ്ട്. കാരണം നിങ്ങൾ ഇന്ത്യയുടെ പോപ്പുലേഷൻ സെക്സ് റേഷ്യോ നോക്കിയിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? സെക്സ് റേഷ്യോ നോക്കുകയാണെങ്കിൽ, ഓൾ ഇന്ത്യ തലത്തിൽ സെക്സ് റേഷ്യോ നോക്കുകയാണെങ്കിൽ 1000 പുരുഷന്മാർക്ക് 914 സ്ത്രീകളെ ഇന്ത്യയിലുള്ളൂ എന്നോർക്കുക. എന്തുകൊണ്ടാണ്? അതായത് ലെഫ്റ്റ് ടു ഇറ്റ് സെൽഫ്. ബയോളജി എന്താ പഠിപ്പിക്കുന്നതെന്നറിയാമോ? അതായത് ഒരു ഇൻ്റർഫിയറൻസും ഇല്ലെങ്കിൽ ആൺകുട്ടികളെക്കാൾ എന്താ പറയുക, ജീവിച്ചിരിക്കാനുള്ള സാധ്യത, ജനിച്ചു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കാനുള്ള സാധ്യത പെൺകുട്ടികൾക്കാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇവിടെ 1000 പുരുഷന്മാർക്ക് 914 പെൺകുട്ടികളെ ഉള്ളൂ 2011 സെൻസസിൽ എന്ന അവസ്ഥ വന്നത്? അത്രയേറെ പെൺകുഞ്ഞുങ്ങളാണ് ഒന്നുകിൽ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഹത്യ ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ജനിച്ചതിന് ശേഷം പെൺകുഞ്ഞാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് ഹത്യ ചെയ്യപ്പെടുന്നത്. കേട്ടിട്ടില്ലേ? ഉസിലാംപട്ടിയിൽ ജനിച്ചു വീണ പെൺകുഞ്ഞിൻ്റെ വായിൽ നെല്ല് വാരിയിട്ട് ശ്വാസം മുട്ടിച്ച് കൊല്ലുമെന്ന കഥ ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് ആ ഉസിലാംപട്ടി കഥ പുറത്തു വന്നത്. അതുപോലെ ഇതിനേക്കാളും മോശമായിട്ട് പെൺകുഞ്ഞുങ്ങളെ ഹത്യ ചെയ്യുന്ന രാജ്യങ്ങളുണ്ട് കേട്ടോ. ചൈനയിലെ 1000 പുരുഷന്മാർക്ക് 827 സ്ത്രീകളെ ഉള്ളൂ. പിന്നെ അതുപോലെ അത് പറയുമ്പോൾ എനിക്ക് കേരളത്തിൻ്റെ കാര്യം പറയാതിരിക്കാൻ ഒക്കില്ല. കേരളത്തിലെ സെക്സ് റേഷ്യോ എത്രയാണ്? 1000 പുരുഷന്മാർക്ക് 1084 സ്ത്രീകൾ. അതായത് കേരളത്തിലെ മനുഷ്യർ വിദ്യാഭ്യാസമുള്ളവരാണ്. സാക്ഷരതയിൽ നിന്ന് ഈ ആൺ പെൺ വിവേചനം കുറഞ്ഞു വരുന്നു. 1084 കൂടുതലാകും ആ ആൺ പെൺ വിവേചനം ഒട്ടും ഇല്ലാതെ ആയാൽ. അപ്പോൾ അത് കുറഞ്ഞു വരുന്നു എന്നുള്ളത് കൊണ്ടാണ് 1000 പുരുഷന്മാർക്ക് 1084 സ്ത്രീകളുള്ളത്. അപ്പോൾ ഈ ആൺ പെൺ വിവേചനം ഉള്ള രാജ്യങ്ങളിൽ
പെൺകുട്ടികൾ ഉണ്ടാകുന്നതേ ഒരു ബാധ്യതയായിട്ട് പേരൻസ് കാണുക. അതുകൊണ്ടാണ് സ്വർണത്തിൻ്റെ ഈ അത്യാഡംബരങ്ങളും ഒക്കെ കാണുമ്പോഴേക്കും എന്നെപ്പോലുള്ളവർക്ക് കലിയാണ്. എന്തിനാണ് ഇത്രയധികം ഈ സ്വർണത്തെ പൊക്കി 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 പിടിക്കുന്നത്? സ്വർണ്ണം ഇങ്ങനെ അയ്യോ എൻ്റെ പാതാതികേശം സ്വർണം വാരി വാരി നിറച്ചുകൊണ്ടാണല്ലോ ഓരോ അഡ്വർടൈസ്മെൻറ്റ്സ് സ്വർണ്ണ കമ്പനികളുടെ വരുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ ഈ പെൺകുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾക്ക് പേടി, എൻ്റെ കുഞ്ഞിനെ എനിക്ക് എങ്ങനെ പുറത്തെ കല്യാണം കഴിച്ച് വിടാൻ പറ്റും എന്ന് വിചാരിച്ചിട്ട്. അതിനൊക്കെ കാരണം പെൺകുഞ്ഞ് ആൺകുട്ടിയെ പോലെ ധനമാണ്. ആ കുട്ടിയാണ് ധനം, അല്ലാതെ വാരിക്കോരി കൊടുക്കുന്ന പൊന്നോ ഒന്നും അല്ല ധനം എന്ന് മാതാപിതാക്കൾ മനസ്സിലാക്കണം. പെണ്ണന്വേഷിച്ച് നടക്കുന്ന ആൺകുട്ടികളും മനസ്സിലാക്കണം. ഞാൻ അന്വേഷിക്കുന്ന പെണ്ണിൻ്റെ കൂടെ വരുന്ന പൊന്നല്ല ധനം, ആ പെണ്ണാണ് ധനം എന്ന് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ പെൺകുട്ടികളിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം. അവരെ സ്കൂളിലേക്കും കോളേജിലേക്കും ഒക്കെ അവരുടെ ചോയ്സ് അനുസരിച്ച്, അവരുടെ കഴിവനുസരിച്ച് അവരെ അയക്കണം. അപ്പോൾ അങ്ങനെ അയക്കുമ്പോൾ ബസ് യാത്രയെങ്കിലും ഫ്രീ ആണ് എന്ന് കേട്ടാൽ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എങ്കിൽ നിനക്ക് ബസ് യാത്ര ഫ്രീ ആണല്ലോ നീ പോയി പഠിക്ക് എന്ന് പറഞ്ഞ് പെൺകുഞ്ഞുങ്ങളെ, അതായത് സാധാരണ ഇൻകം ലെവലിൽ നിന്ന് താഴെയുള്ളവർ പോലും അവരുടെ പെൺകുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസത്തിന് അയക്കും. അപ്പോൾ പിന്നെ സാമ്പത്തികമായിട്ട് ഇത്തിരി മെച്ചപ്പെട്ട് നിൽക്കുന്നവരുടെ കാര്യം പറയാനില്ല. അപ്പോൾ ഈ ആൺ പെൺ വിവേചനം കുറയാൻ, സെക്സ് റേഷ്യോയിൽ സ്ത്രീകൾ അർഹിക്കുന്ന പൊസിഷൻ കിട്ടാൻ, അതായത് ജനമനസ്സുകളിൽ സ്ത്രീക്ക് നല്ല സ്ഥാനമുണ്ടാകാൻ ഒക്കെ സഹായകമാണ് ഈ പെൺകുട്ടികൾക്കുള്ള പഠന സഹായം, അതായത് യാത്രാ സഹായം. അതുകൊണ്ട് ഇത് കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോയിൽ വന്നതാണോ? തീർച്ചയായിട്ടും അത് നടപ്പാക്കിയിരിക്കും. അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ പുറകെ തീർച്ചയായിട്ടും ഇങ്ങനെ ചൂണ്ടുവിരലുമായിട്ട് കാണും. കാരണം എനിക്കറിയാം, കേരളത്തിലെ, ഇന്ത്യയിലെ, ലോകത്തെവിടെയുമുള്ള പെൺകുട്ടികൾ വിവേചനം അനുഭവിക്കുന്നുണ്ട്. ആ വിവേചനം അനുഭവിക്കുന്നതിൽ നിന്ന് അല്പം കുറഞ്ഞ്, അതായത് അവർ സമത്വത്തിലേക്കുള്ള ആ പതുക്കെയുള്ള ചുവടുവയ്പ്, അതിൻ്റെ ഒരു നാന്ദിയാണ് ഇതുപോലെയുള്ള സഹായങ്ങളെന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ടേയിരിക്കും.